നമ്മളിനി കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ പ്രതി പത്മരാജനുമായി പോലീസിന്റെ തെളിവെടുപ്പ് നടക്കുന്നു. കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുകയാണ്. ഷമീർ, ഇതിനോടകം എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് സമാഹരിച്ചിട്ടുള്ളത്? ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി നടന്ന ഈ കൊലപാതകം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. എന്തൊക്കെയാണ് പ്രതി പത്മരാജനിൽ നിന്നും പോലീസ് സമാഹരിച്ചിരിക്കുന്ന വിവരങ്ങൾ? തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യം എങ്ങനെയാണ് നടത്തിയതെന്ന് പോലീസ് വിശദീകരിച്ച് നൽകി. താൻ എങ്ങനെയാണ് വാഹനം ഓടിച്ചു വന്നത്, എവിടെ പിന്തുടർന്ന് വന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് മുമ്പിൽ നിന്ന് യാതൊരു കുറ്റബോധവുമില്ലാതെ ഇത്രയും വലിയൊരു മുന്നിൽ സംസാരിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ഭാഗം വലതു ഭാഗത്തിൽ വലിയ രീതിയിൽ പൊള്ളലേറ്റതായി നമുക്ക് കാണാം. അതായത് ഇന്നലത്തെ തീവെപ്പിനിടയിൽ ഇയാൾക്ക് പൊള്ളലേറ്റിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറ്റകൃത്യത്തിലേക്ക് എത്തിയത് തന്റെ സുഹൃത്തിനോടുള്ള ഒരു പകയാണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിയതെന്നുള്ള മൊഴി ഇയാൾ പോലീസിന് മുമ്പിൽ നൽകി. എന്തായാലും ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സംഘവുമാണ് ഇപ്പോൾ ഈ പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. പ്രതി വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കൃത്യം നടന്നതൊക്കെ തന്നെ പോലീസിന് മുമ്പിൽ വിവരിച്ചത്. വലിയ ജനക്കൂട്ടം ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിയെ കൊണ്ടുവരുന്ന സ്ഥലത്തായി വലിയ ജനക്കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തകർ ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇതിൽ കാരണം, നിങ്ങൾ എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നൊക്കെ മാധ്യമപ്രവർത്തകർ ആരായുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും പത്മരാജൻ മറുപടി നൽകിയില്ല. പത്മരാജൻ പോലീസിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കടപ്പാക്കടയിലെ തൻ്റെ ഭാര്യ തുടങ്ങിയ കടയ്ക്ക് സമീപമുള്ള നില ബേക്കറിയിൽ നിന്നും ഭാര്യ പുറപ്പെടുന്നത് കണ്ടു. അതിനുശേഷം അവിടെ നിന്ന് ഭാര്യ കാറിൽ വരുന്നത് കണ്ട ശേഷമാണ് ഒമിനി വാഹനത്തിൽ താൻ പിന്തുടർന്നത്. ഇതിന് മുമ്പേ തന്നെ പെട്രോൾ കരുതി വെച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞു. എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയതെന്നും പോലീസിന് മുമ്പിൽ അയാൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിയെ വളരെ വേഗം തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇവിടെ നിന്നും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ജനക്കൂട്ടവും വലിയ ഗതാഗത സ്തംഭനവും, അതായത് കൊല്ലം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഇത്തരത്തിലൊരു നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം, വളരെ ഞെട്ടലോടുകൂടിയാണ് ലക്ഷ്മിപത്മ പറഞ്ഞതുപോലെ വലിയ ഞെട്ടലോടുകൂടി കേരളം ഈ ഷമീർ, ഈ മരിച്ച അനിലേക്ക് ഒപ്പമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ഇയാൾ സംശയിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ബിസിനസ് പങ്കാളി അല്ലായിരുന്നല്ലോ. അപ്പോ അയാളാണെന്ന് തെറ്റിദ്ധരിച്ചാണോ ഇദ്ദേഹം കാറുമായി പിന്തുടർന്ന് ചെന്ന് ഈ ഒരു കൃത്യത്തിന് മുതിർന്നത്? ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹനീഷിന്റെ മറ്റൊരു പേരാണ് സോണി തുടങ്ങിയ മൊഴികളാണ് ഇയാൾ പോലീസിന് മുമ്പിൽ നൽകിയത്. പിന്നീട് ഇയാളെ പുലർച്ചയോടുകൂടി തന്നെ ഇയാളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ആള് മാറിപ്പോയി എന്നൊരു മറുപടിയാണ് നൽകിയത്. ഹനീഷാണ് ഭാര്യയ്ക്കൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതിയാണ് താൻ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നാണ് പറഞ്ഞത്. പക്ഷേ കാറിൽ ഉണ്ടായിരുന്നത് കടയിലെ ജീവനക്കാരനാണ്. അതായത് കട പൂട്ടിയ ശേഷം ഭാര്യ കടയിലെ ജീവനക്കാരനുമായി കാറിൽ വരികയായിരുന്നു. പക്ഷേ തെറ്റിദ്ധരിച്ചാണ് താൻ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. പക്ഷേ ആദ്യത്തെ മൊഴി നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ പറയുന്നത് പോലീസിന് മുമ്പിൽ ഇയാൾ പ്രാഥമികമായി നൽകുന്ന മൊഴികളാണിത്. മൊഴി എപ്പോൾ വേണമെങ്കിൽ ഇയാൾ മാറ്റി പറയാം. പക്ഷേ പിന്നീട് അയാൾ പറഞ്ഞത് ഇയാളല്ല കാമുകൻ, സോണിയല്ല കാമുകൻ, ഹനീഷ് എന്ന ഒരാളാണ് കാമുകനെന്ന് അയാൾ പോലീസിന് മുമ്പിൽ പറയുകയും ചെയ്തു. ഹനീഷിനെ ഇന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹനീഷുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ പോലീസ് പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് CI മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോകാം. ലക്ഷ്മി പത്മ. തെളിവെടുപ്പ് നടത്തുകയാണ്. അവിടെ പത്മരാജനുമായി തെളിവെടുപ്പ് നടത്തുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെയുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അവിടെ പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും അല്പസമയത്തിനകം. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പത്മരാജനുമായുള്ള പോലീസിന്റെ പ്രതിയെ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി
ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അയാൾ ഫാമിലി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളാണ് പറയുന്നത്. എന്നാണ് നമ്മൾ കരുതുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഇനി സയന്റിഫിക് അന്വേഷണവും ബാക്കി CCTV ദൃശ്യങ്ങളെ പരിശോധിക്കണം. ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കും. അന്വേഷണത്തിന്റെ ഭാഗം വിളിക്കും. അന്വേഷിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്നു. ബിസിനസ് പങ്കാളിയായ ഹനീഷിനെ ഭാര്യയുടെ സുഹൃത്തെന്ന് ഇദ്ദേഹം പറയുന്ന ഹനീഷിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായി വിളിപ്പിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പത്മരാജനുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ്, ആ ക്രൈം സീനിലെ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയി പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവിടെ.